ശ്രീ രാജേന്ദ്ര പ്രസാദ് രചിച്ച ചില്ലക്ക എന്ന കഥ കേൾക്കാം. ചില്ലക്ക. മെയ് 20. ഇന്നേക്ക് 20 വർഷം മുമ്പ് വേവുള്ള ഒരു പകലിലാണ് ചില്ലക്ക കത്തിയും കത്തിയാളും പുലപ്പണമായി സ്വീകരിച്ച് ചാലിക്കുന്നിനപ്പുറത്തേക്ക് പടിയിറങ്ങിപ്പോയത്. പുലപ്പണം വെച്ച് ഇഹലോക കണക്ക് തീർത്ത് ശേഷക്രിയ നടത്തിയ നക്ഷത്രങ്ങളില്ലാത്ത ആ രാത്രി ഇന്നലെ എന്ന പോലെ ഇന്നും എൻ്റെ മനസ്സിലുണ്ട്. അന്ന് രാവിലെ ചാലിക്കുന്നിലേക്കുള്ള വഴിയരികിലാണ് ചില്ലക്കയുടെ വിറങ്ങലിച്ച ശരീരം കിടന്നത്. ശവം കണ്ട വിവരം രാമൻ കൈക്കോറുടെ ചായക്കടയിൽ പറഞ്ഞത് റബ്ബർ വെട്ടുകാരൻ നളിനാക്ഷനാണ്. ആരാണ് ചില്ലക്ക എന്ന നിങ്ങളുടെ ചോദ്യം ഞാൻ കേൾക്കുന്നുണ്ട്. പറയാം. ചില്ലക്ക മരിച്ചത് 20 വർഷം മുമ്പ് മെയ് 20 ശനിയാഴ്ചയായിരുന്നു. പക്ഷേ ജനനം മറ്റ് ആദിവാസികളെപ്പോലെ ചില്ലക്കയ്ക്കും അറിയില്ലായിരുന്നു. വള്ളൂർക്കാവ് ഉത്സവത്തിൻ്റെ 3-ാം നാളിലാണ് ചില്ലക്ക ജനിച്ചതെന്ന് ഒരു കൂട്ടരും, അതല്ല അമ്പലക്കണ്ടിക്കാവിലെ തിറയുടെ 2-ാം നാൾ ഒറ്റമുലച്ചി കെട്ടിയാടുന്ന ദിവസമായിരുന്നുവെന്ന് മറ്റൊരു കൂട്ടരും പറയുന്നു. ഇതിലേതാണ് ശരിയെന്ന് ആർക്കും നിശ്ചയമില്ല. തൻ്റെ ബാല്യത്തിൽ കാവിന് തൊട്ട് മുന്നിലൂടെയായിരുന്നു കബനി നദി ഒഴുകിയിരുന്നതെന്ന് ചില്ലക്ക ഞങ്ങളോട് പറഞ്ഞത് ഇന്നും ഞാൻ ഓർക്കുന്നു. ഇന്ന് നദിയും കാവും തമ്മിൽ 1/2 കിലോമീറ്ററിലധികം ദൂരമുണ്ട്. ഞങ്ങൾ കുട്ടികൾക്ക് ചില്ലക്ക എന്നും കളിക്കൂട്ടുകാരിയായിരുന്നു. ഞാലിലെ കൈതേരി കൈക്കോറന്മാരുടെ പറമ്പിലായിരുന്നു ചില്ലക്കയുടെ കുടി. കവുങ്ങുപട്ടകൾ കൊണ്ട് ഭിത്തിയും മേൽക്കൂരയും മേഞ്ഞ കുടി ഇന്നും എനിക്കറിയാം. ചാലിക്കുന്നിലെ ഒറ്റമുലച്ചിയുടെ കഥ കേട്ട് ചെറുപ്പത്തിൽ എനിക്ക് പേടിച്ച് പനി പിടിച്ചപ്പോഴും അതിന് അമ്മയിൽ നിന്ന് വഴക്ക് കേട്ടത് ചില്ലക്കയ്ക്കാണ്. നീ ഇങ്ങനെ കുട്ടികളെ വെറുതെ ഓരോന്ന് പറഞ്ഞ് പേടിപ്പിച്ചു. പനി മാറാൻ 4 നാൾ പിടിച്ചു. സ്കൂളിൽ പോകാത്ത എനിക്ക് കൂട്ടായി ചില്ലക്ക ഇരുന്നു. എൻ്റെ ചെറുപ്പത്തിൽ ചില്ലക്ക ഞങ്ങളുടെ വീട്ടിലെ സ്ഥിരം സന്ദർശകയായിരുന്നു. ചാലിക്കുന്നിൽ നിന്ന് വീട്ടാവശ്യത്തിനുള്ള വിറക് എത്തിച്ചിരുന്നതും അവരായിരുന്നു. അമ്മയുടെ നിറമായിരുന്നു അവർക്ക്. അമ്മയുടെ പഴയ സാരിയാണ് ആയമ്മ ധരിക്കാറ്. വിറക് വിറ്റ് കിട്ടിയ കാശിന് കശുമാങ്ങ ചാരായം കഴിച്ച് ഉന്മത്തയായി വരുന്ന ചില്ലക്കയെ കാണാൻ നല്ല ചന്തമാണ്. അപ്പോൾ അവർ പാടുന്ന പാട്ടിൻ്റെ ഈരടികൾ, ഉടുക്കായി തീരുന്ന ചിരട്ട, എല്ലാം ഇന്നലെ എന്ന പോലെ മനസ്സിലുണ്ട്. അങ്ങനെ ഇരിക്കെ പെട്ടെന്ന് ഒരു നാൾ ചില്ലക്കയെ കാണാതായി. സ്കൂളിൽ പോയി വരുന്ന വഴി സുരൂട്ടിയും ഞാനും ചില്ലക്കയുടെ കുടിയിൽ നോക്കി. 10ഓളം വീടുകൾ ഒന്നിച്ചതായിരുന്നു കൈതേരി മഠക്കാരുടെ പറമ്പിലെ പണിയ കുടി. ആരെയും അവിടെ കണ്ടില്ല. ചില്ലക്ക ഏടെ പോയമ്മേ? ഞാൻ അമ്മയോട് തിരക്കി. ഓള് അധികാരിയുടെ തോട്ടത്തിൽ പണിക്ക് പോയെന്ന് അമ്മ പറഞ്ഞു. ചാലിക്കുന്നിലെ ഒറ്റമുലച്ചിക്കും ഞങ്ങൾക്കുമിടയിലുള്ള കണ്ണിയായ ചില്ലക്ക എത്താതിരുന്നതുകൊണ്ട് ആ അവധിക്കാലം ഞങ്ങൾക്ക് വിരസമായി തോന്നി. ചാലിക്കുന്നിലെ കഥകൾക്കൊപ്പം ഞങ്ങൾക്ക് ചാമ്പങ്ങയും മാമ്പഴവും നഷ്ടമായി. അമ്പലക്കണ്ടിക്കാവിലെ തിറയ്ക്ക് കെട്ടിയാടുന്ന രുദ്രരൂപിണിയായ ഒറ്റമുലച്ചിയല്ല ചില്ലക്ക കഥകളിലെ ചാലിക്കുന്നിലെ ഒറ്റമുലച്ചി. ഓള് സിനിമാ നടിയെ പോലെ സുന്ദരിയാണ്. ആ സുന്ദരി പലരെയും പരീക്ഷിച്ചു. വൈദ്യശാലയും പൂട്ടി രാത്രി റാന്തലുമായി മല കയറിയ ചാത്തുവൈദ്യരും ഒറ്റമുലച്ചിയുടെ പരീക്ഷണത്തിൽ കുടുങ്ങി. രാവേറിയിട്ടും തിരികെ എത്താത്ത വൈദ്യരെ തേടിച്ചെത്തുന്നവർ ഒടുവിൽ കണ്ടു. കുന്നിലെ പാലമരച്ചോട്ടിലെ പാറമേൽ വൈദ്യർ കിടക്കുന്നു. വൈദ്യർ പിന്നെ എഴുന്നേറ്റിട്ടില്ല. വൈദ്യശാലയിൽ പോയിട്ടുമില്ല. ചാലിക്കുന്നിനെപ്പറ്റി ഇങ്ങനെ എത്ര കഥകൾ. അങ്ങനെ വായനരുകാരിൽ ചാലിക്കുന്ന് പേടിപ്പെടുത്തുന്ന ഒരു ഓർമ്മയായി. വാശി പിടിച്ച് കരയുന്ന കുഞ്ഞുങ്ങളെ ചാലിക്കുന്ന് ചൂണ്ടിക്കാട്ടി അമ്മമാർ വിലക്കി. കരയാതെ, കരഞ്ഞാൽ ഒറ്റമുലച്ചി വരും. ചാലിക്കുന്നിറങ്ങി സ്കൂളിൽ പോവുക എളുപ്പമാണ്. ചോറുപൊതി കെട്ടുമ്പോൾ അമ്മ പറയും, കുന്നിറങ്ങി പോകണ്ട, റോഡേ പോയാൽ മതി. ചാലിക്കുന്നിറങ്ങി ജോസഫ് മാഷിൻ്റെ വീടിന് മുന്നിലൂടെ നടന്നാൽ കോളയാട്ടെ സ്കൂളിലെത്താം. കാവിലെ തിറയിൽ മാത്രം ഒറ്റമുലച്ചി കുന്നിറങ്ങി വന്ന് രൗദ്രരൂപിണിയായി. സുന്ദരിയായ ഒറ്റമുലച്ചി ഒന്ന് കാണണം. ഈ വേനലവധിക്ക് ആരും കാണാതെ ചില്ലക്ക ഞങ്ങളെ ചാലിക്കുന്നിലേക്ക് കൊണ്ടുപോകാമെന്നേറ്റതാണ്. എന്നിട്ടിപ്പോൾ ചില്ലക്ക എവിടെ? ഞങ്ങളെ പറഞ്ഞ് പറ്റിച്ചതാവുമോ? ഇല്ല, ചില്ലക്കയ്ക്ക് ഒരിക്കലും ഞങ്ങളെ പറ്റിക്കാനാവില്ല. ചില്ലക്ക ജോലി കിട്ടിപ്പോയതല്ലേ? ആ ഇടയ്ക്കാണ് എൻ്റെ ഏട്ടന് ഡൽഹിയിൽ ടയർ കമ്പനിയിൽ ജോലി കിട്ടിയത്.
അതുപോലെ ചില്ലക്കയ്ക്കും ജോലി കിട്ടിയെന്നാണ് അന്ന് ഞങ്ങൾ കരുതിയത്. ജോലി കഴിഞ്ഞ് ഞങ്ങളെ കാണാൻ വരുന്ന ചില്ലക്കയെ കാത്ത് ഞങ്ങളിരുന്നു. കാലം പലത് കഴിഞ്ഞു. അമ്പലക്കണ്ടിക്കാവിൽ പലകുറി ഒറ്റമുലച്ചിയും പൊട്ടനും കെട്ടിയാടി. കബനി നദി പലകുറി കലങ്ങി തെളിഞ്ഞു. ഒരു ഇടവേളയ്ക്ക് ശേഷം വീടിൻ്റെ അടുക്കളപ്പുറത്ത് ഞാൻ ചില്ലക്കയെ കണ്ടു. പ്രായം ഏറിയതുപോലെ തോന്നി. ഞാനന്ന് കോളേജിൽ പഠിക്കുകയാണ്. വായന്നൂരിലെ വിരലിലെണ്ണാവുന്ന കോളേജ് വിദ്യാർത്ഥികളിൽ ഒരാൾ. ശാന്തിവനത്തിലെ സ്റ്റുഡൻറ്റ് ഫെഡറേഷൻ്റെ സ്റ്റഡി ക്ലാസ്സിൽ വെച്ചാണ് കുഞ്ഞമ്പുവേട്ടൻ പറഞ്ഞത്, ഇന്നും വയനാട്ടിൽ വള്ളൂർ കാവിനെ ചുറ്റിപ്പറ്റി അടിമലേലം നിലനിൽക്കുന്നുണ്ട്. അടിമപ്പണം പറ്റി അടിയാരും പണിയാരും മുളകുറുമരും അധികാരിമാരുടെ തോട്ടത്തിലെ തൊഴിലാളികളാവുന്നു. കൊല്ലത്തിലാണ് അവർക്ക് കൂലി, അതും വള്ളൂർ കാവിലെ ഉത്സവത്തിന്. അതിനെതിരെ നമുക്കെന്താണ് ചെയ്യാനാവുക? കുഞ്ഞമ്പുവേട്ടൻ്റെ വാക്കുകൾ ഇന്നലെ കേട്ടതുപോലെ മനസ്സിൽ ബാക്കിയാവുന്നു. ഇന്നെനിക്കറിയാം, ചില്ലക്ക അടക്കമുള്ള ഞാലിലെ പണിയർ അധികാരിക്കൊപ്പം എങ്ങോട്ടാണ് പോയതെന്ന്. അവരുടെ തിരോധാനങ്ങൾക്ക് മുന്നിൽ മൗനിയായി നിന്ന വള്ളൂർ കാവിലമ്മയോട് ദേഷ്യം തോന്നി. ചില്ലക്ക അടക്കമുള്ളവരുടെ കണ്ണീരിൻ്റെ ഉപ്പുരസം പേറി ഒഴുകിയ കബനി ചുവക്കുന്നത് സ്വപ്നം കണ്ടു. ഇന്ന് ഇവിടെ ഇതെല്ലാം ഓർത്തത് ചില്ലക്കയുടെ ചരമദിനമായതുകൊണ്ടാണ്. എന്തുകൊണ്ടാണ് ചില്ലക്കയുടെ ചരമവാർഷികം ഇത്ര കൃത്യമായി താങ്കൾ മാത്രം ഓർത്തിരിക്കുന്നത് എന്ന വായനക്കാരൻ്റെ മുനവെച്ചുള്ള ചോദ്യത്തിൽ തികച്ചും യുക്തിയുണ്ട്. ഒറ്റമുലച്ചിയും ചില്ലക്കയും വായന്നൂർക്കാർ പോലും മറന്നു. ചാലിക്കുന്ന് ഇന്ന് ഓർമ്മ മാത്രമായി. ഏപ്രിലിലെ പൊള്ളുന്ന വേനലിൽ അമ്പലക്കണ്ടിക്കാവിൽ മാത്രം ഒരു അനുഷ്ഠാനം പോലെ ശ്രീധരൻ പെരുവണ്ണാൻ ഒറ്റമുലച്ചി കെട്ടിയാടി. ഈ അവസരത്തിൽ വായനക്കാരൻ്റെ ചോദ്യത്തിന് അർത്ഥങ്ങളേറെയാണ്. അതുകൊണ്ട് തന്നെ വായനക്കാരൻ്റെ ചോദ്യത്തിന് ഉത്തരം തരാനുള്ള ബാധ്യത കഥാകൃത്തിനുണ്ട്. ഒരു സത്യം തുറന്നു പറയാം, ഇന്ന് എൻ്റെ ജന്മദിനം കൂടിയാണ്. 20 വർഷം മുമ്പുള്ള എൻ്റെ ജന്മദിനത്തിലാണ് ചില്ലക്ക പടിയിറങ്ങിപ്പോയത്. എൻ്റെ അമ്മ മരിച്ചു കഴിഞ്ഞ് 7ാമത്തെ ജന്മദിനം. അമ്മയെക്കുറിച്ച് ഓർക്കുമ്പോഴൊക്കെ മനസ്സിൽ തെളിഞ്ഞു വരുന്നൊരു രൂപമാണ് ചില്ലക്ക. 20 വർഷങ്ങൾക്ക് മുന്നിലെ ആ രാത്രി ഇന്നലെ എന്ന പോലെ എൻ്റെ മുന്നിലുണ്ട്. കത്തിയും കത്തിയാളും തേഞ്ഞിട്ടില്ല, മഴവും കോടാലിയും തേഞ്ഞിട്ടില്ല, എൻ രക്തം നിൻ രക്തം. ഞാലിലെ ചില്ലക്കയുടെ കുടിയിൽ പുലപ്പണം വെച്ച് ചില്ലക്കയുടെ ഇഹലോക കണക്കുകൾ തീർക്കുന്ന ശേഷക്രിയ നടക്കുകയാണ്. രാത്രി ദൂരെ ഞാലിയിൽ തീ കാണാം. പുലവീട്ട് നടക്കുകയാണ്. ഒരു മൂപ്പൻ പുലപ്പണം വെച്ച് ഇഹലോകത്തിൽ നിന്ന് ചില്ലക്കയെ മോചിപ്പിക്കുകയാണ്. ഇളം കാറ്റടിച്ചു. കാറ്റിനൊപ്പം കുഴലും ദവിലും. നക്ഷത്രങ്ങൾ കെട്ടുപോയ രാത്രിയിലേക്ക് സൂക്ഷിച്ചു നോക്കി. കുഴലും ദവിലും പെയ്യുകയാണ്. കുഴൽ വിളിക്കൊപ്പം ഇരുട്ടിൽ ഒറ്റമുലച്ചി അടുത്തേക്ക് വരികയാണ്. ഉച്ചത്തിൽ ദവിൽ. കണ്ണുകൾ അടച്ചു. പേടി. പെട്ടെന്ന് കുഴലും ദവിലും നിന്നു. പതുക്കെ കണ്ണുകൾ തുറന്നു. കുഴലും ദവിലും നേർത്തു. അപ്പോൾ ഒറ്റമുലച്ചിക്ക് ചില്ലക്കയുടെ മുഖമായിരുന്നു. ശ്രീ രാജേന്ദ്ര പ്രസാദ് രചിച്ച ചില്ലക്ക എന്ന കഥയാണ് ഇതുവരെ കേട്ടത്.